വീണ്ടും ഫ്ലെയിമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുഷ്പ 2 സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂ വീഡിയോ ഞാനത് ആദ്യത്തെ ഷോ തന്നെ കണ്ടിട്ട് അതിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെ, അതുപോലെ നെഗറ്റീവായി തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെക്കുറിച്ചുള്ള റിവ്യൂ വീഡിയോ ചെയ്ത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് ആ സിനിമ ഇഷ്ടമായെങ്കിലും വളരെയധികം ഇഷ്ടമായില്ല എന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെക്കുറിച്ച് 2 നെഗറ്റീവ് വിഷയങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വാസ്തവത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ കഴിഞ്ഞ ശനിയാഴ്ച വരെ തന്നെ ഈ സിനിമ 621 കോടി കളക്ഷൻ നേടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു 1000 കോടി കടക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഈ ടീമിന് ആ ഒരു കാര്യത്തിൽ ആശംസകൾ അറിയിക്കുന്നു. ഇനി ആ നെഗറ്റീവ് വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തത്, ഈ സിനിമയിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പുഷ്പ മിനിസ്റ്ററിനെ തന്നെ മാറ്റുകയാണ്. അത് എന്ത് ലോജിക്കാണ് എന്നതാണ് ഒരു നെഗറ്റീവ് ഇഷ്യൂ ആയിട്ട് പറയുന്നത്. പക്ഷേ സത്യത്തിൽ അത് അങ്ങനെയല്ല. കാരണം പുഷ്പ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ നിന്ദനങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് അദ്ദേഹം മിനിസ്റ്ററിനെ മാറ്റാൻ നോക്കുന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ അതിന് കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു സീൻ ഈ സിനിമയിലുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഇങ്ങനെ മിനിസ്റ്ററിനെ മാറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുഷ്പ അതിന് പറയുന്ന ന്യായീകരണം ഇതാണ്: മിനിസ്റ്ററിനെ മാറ്റിക്കഴിഞ്ഞാൽ സിൻഡിക്കേറ്റിൻ്റെ നേതാവായ ഇദ്ദേഹം ചന്ദനം കടത്തുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ലാഭം അതിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കാൻ മിനിസ്റ്ററിൻ്റെ സഹായത്തോടെ സാധിക്കും എന്ന രീതിയിലാണ് പുഷ്പ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞാൻ നാഷണൽ അല്ല ഇൻ്റർനാഷണൽ ആണ് എന്ന് പുഷ്പ പറയുന്നുണ്ട്. അപ്പോൾ ബിസിനസ് കൂടി ചിന്തിച്ചിട്ടാണ്, ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നു. മാത്രവുമല്ല, പുഷ്പ ദ റൈസിൽ, അതായത് പാർട്ട് 1-ൽ പുഷ്പ കൂലിക്കാരനായിരിക്കുമ്പോൾ കാലിൻ്റെ മേലെ കാലിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുതലാളി വരുന്ന സമയത്ത് കാലൊക്കെ ഇറക്കി എഴുന്നേറ്റ് നിൽക്കണം എന്ന് പറയുമ്പോൾ പുഷ്പ അതിന് പറയുന്നത്, എൻ്റെ കാല് ഞാൻ എവിടെ വേണമെങ്കിലും വെക്കും, ഞാൻ ജോലി ചെയ്യുന്നതിനാണ് ക്യാഷ് കിട്ടുന്നത്, അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ എനിക്ക് ജോലി തന്നെ വേണ്ട പറഞ്ഞിട്ട് ആ കൂലിപ്പണി രാജിവെച്ചിട്ട് പുള്ളി പോകുന്നതായിട്ട് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്വഭാവമുള്ള ഒരാളുടെ അടുത്ത് ഇത്രയധികം നിന്ദനത്തോടെ ഫോട്ടോ എടുക്കുമ്പോൾ പറയുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു നെഗറ്റീവ് വിഷയമായിട്ട് പറയാനേ പറ്റില്ല. അതൊരു നല്ലൊരു ത്രില്ലിംഗ് ആയ മാറ്ററായിട്ടാണ് ഈ സിനിമയിൽ എനിക്ക് തോന്നിയത്. ഇനി മറ്റൊരു നെഗറ്റീവായിട്ട് പറയുന്നതാണ് കൂടുതൽ പേരും സ്ട്രോങ് ആയിട്ട് പറയുന്നത്. ഈ സിനിമയിൽ കുടുംബ ബന്ധങ്ങളുടെ ഈ പാശം 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 എന്ന് പോയി അത് ഈ സീരിയൽ ചന്ദനമഴ പോലെയൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്, പലരും പറയുന്നത്. എന്തർത്ഥത്തിലാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രിയപ്പെട്ടവരെ. കാരണം സിനിമയിൽ പാശം ഉള്ളത് കൊണ്ട് എന്താണ് കുഴപ്പം? പാശം തന്നെ സിനിമയിൽ ഉണ്ടാകരുത് എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ മാർക്കോയൊക്കെ സിനിമ ഇറങ്ങുന്നുണ്ട്, വെറും വയലൻസാണ് ആ സിനിമയിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ വയലൻസ് മാത്രമുള്ള സിനിമകൾ എത്രയോ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ വയലൻസ് മാത്രം മതി എന്നാണോ ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ വാത്സല്യം എന്നൊരു സിനിമ കുറേ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇന്നത്തെ ജനറേഷനിൽ അധികം പേരും കണ്ടിട്ടുണ്ടാവില്ല. ആ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെയും കുടുംബകഥ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിൽ ആ സിനിമ വൻ ഹിറ്റായിരുന്നു. അതിൽ ആക്ഷനോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, കുടുംബകഥയാണ് ആ സിനിമ. പക്ഷേ ഞങ്ങളുടെ ഈ ഭാഗത്ത് തന്നെ ശരിക്കും 2 ആഴ്ചയൊക്കെ വരെ നല്ല വിജയിച്ച സിനിമ തന്നെ അക്കാലത്ത് ഓടുകയുള്ളൂ. പക്ഷേ ഈ സിനിമ 1.5 മാസത്തിൻ്റെ മേലെ ഓടി എന്നുള്ളതാണ്. അപ്പം മമ്മൂക്കയുടെ ആ സിനിമയൊക്കെ ഇന്നത്തെ ജനറേഷനിലാണെങ്കിൽ എത്ര ചന്ദനമഴ പറയണം, എത്ര സീരിയൽ പറയണം. പക്ഷേ ഈ പുഷ്പ 2 ഫിലിമിൽ ഈ ഇൻ്റർവെല്ലിൻ്റെ കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് പുഷ്പ സാരി എടുക്കുന്ന ആ നിമിഷം മുതലാണ് കുടുംബകാര്യങ്ങളെക്കുറിച്ച് കാണിച്ചിരിക്കുന്നത് മെയിനായിട്ട്. പിന്നെ അത് അവസാനം വരെ ഉണ്ടെങ്കിലും ഈ സിനിമ മുഴുവനും തന്നെ അങ്ങനെ ഒരു കുടുംബകഥകളായിട്ടല്ല പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും ആ കുറച്ച് ഭാഗത്തെ കാണിക്കുന്നുള്ളൂ എങ്കിൽ ഇത് സീരിയൽ പോലെ ആയി എന്ന് പറയുന്നു. അത് എവിടുത്തെ ന്യായം? നമുക്കറിയാം, പുഷ്പ ദ റൈസിൽ
പുഷ്പയ്ക്ക് സ്വന്തം അച്ഛൻ്റെ പേര് പോലും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. കാരണം അവിഹിത ബന്ധത്തിലാണ് കക്ഷി ജനിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ കുടുംബക്കാർ അവനെ അച്ഛൻ്റെ പേര് പോലും പറയാൻ അംഗീകരിക്കാതെ വളരെയധികം നിന്ദനങ്ങൾ കൊടുത്ത് മനസ്സിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണ് അങ്ങേര് ആ സിനിമയുടെ അവസാനം ഞാൻ ബ്രാൻഡാണെന്ന് ഇങ്ങനെ പുറത്ത് തട്ടിക്കൊണ്ടൊക്കെ അതിൻ്റെ അടുത്ത് പറയുന്ന രംഗങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയധികം ആ ഒരു മുറിവ് ഏറ്റിട്ടുണ്ടോ അത് പാർട്ട് 2-ൽ അത് ക്ലിയറാക്കാനാണ് ഈ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ സുകുമാർ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ എന്താ കുഴപ്പം? ഇനി പാർട്ട് 3 എടുക്കുന്ന സമയത്ത് എന്തായാലും കുടുംബക്കാരുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി പുഷ്പയ്ക്ക് ലഭിക്കുന്ന രീതിയിലായിരിക്കും വരിക എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് 2-ൽ അവർ അങ്ങനെ ഒരു വിഷയം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സാരി ഉടുത്തിട്ട് പുഷ്പ ആ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഭാര്യ വന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുഷ്പ പറയുന്ന കാര്യങ്ങൾ ശരിക്കും വളരെയധികം ടച്ചിങ് ആക്കുന്ന കാര്യങ്ങളായിരുന്നു. അതേപോലെ തന്നെ അവസാനം കുടുംബക്കാരെയൊക്കെ അങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട് പുഷ്പ. ആ സീനിൽ ഞാൻ തന്നെ ശരിക്കും ഇമോഷണലായി പോയി. കാരണം അത്രയധികം പുള്ളി വേദന കൊണ്ട് ആണ് ഇരിക്കുന്നത് എന്ന് ആ സീനിൽ കൂടി തെളിയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ കാണിച്ച ആ കുടുംബപരമായ കാര്യങ്ങളാണ് ഏറ്റവും ഹൈലൈറ്റ് ആയ നല്ല വിഷയമായിട്ട് തോന്നിയത്. പിന്നെ അതുകൂടാതെ ഇതിൽ ചന്ദനം കടത്തുന്ന രീതി, അതേപോലെ ഈ ഫോട്ടോയ്ക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വിടാത്തത് കൊണ്ട് മിനിസ്റ്ററിനെ മാറ്റുന്ന കാര്യം, അതുപോലെ കോമഡി, അതേപോലെ പാട്ടുകൾ, അങ്ങനെ കുറേ നല്ല വിഷയങ്ങളുണ്ട്. ഇപ്പോൾ പാട്ടുകളൊക്കെ നല്ല പാട്ടുകളാണ്, പക്ഷെ എന്നാലും ഒരു തെലുങ്ക് ചോയ പോലെ വന്നുപോയി വെറുതെ പാട്ട് വന്നതുകൊണ്ട്. അപ്പോൾ അതൊരു കുറവാണെങ്കിലും ഈ സിനിമയിൽ നല്ല നല്ല വിഷയങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് പോയ പുഷ്പ തിരിച്ചു വന്നിട്ട് വലിയൊരു വെല്ലുവിളിയും അതേപോലെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല ലോജിക്കുള്ള രീതിയിലാണ് കക്ഷി പറയുന്നത്. അതൊക്കെ തന്നെ ഈ സിനിമയുടെ ഹൈലൈറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇഷ്ടപ്പെടാൻ ഒരു കുറവൊന്നുമില്ല. പക്ഷേ വളരെയധികം ഈ സിനിമ ഞാൻ ഇഷ്ടമായില്ല എന്ന് പറയാൻ കാരണം ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ ബൻവർ സിംഗ് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം പുഷ്പ ദ റേസിൽ കാണിച്ച ആ ബൻവർ സിംഗിനെ ഈ സിനിമയിൽ കാണാനില്ല. ഇതിൽ കാണിക്കുന്ന ബൻവർ സിംഗ് ഒരു കോമാളി പോലെയാണ് കാണിക്കുന്നത്. ബൻവർ സിംഗ് ഒരു സീനിൽ തുണിയൊന്നും ഇല്ലാതെ കർട്ടൻ്റെ പുറകിൽ പോയി നിന്നിട്ട് ഇതിലെ മംഗളം ശ്രീനു എന്ന ക്യാരക്ടറിൻ്റെ ഭാര്യയായ ദാക്ഷായണി വരുമ്പോൾ അങ്ങേര് ഒളിച്ചു നിൽക്കുന്ന പോലെയും പിന്നെ നിനക്ക് ഇതിനൊക്കെ പറ്റുള്ളൂ എന്ന രീതിയിലൊക്കെയാണ് അവിടെ ഡയലോഗുകൾ വരുന്നത്. അതായത് ഒട്ടും ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ബൻവർ സിംഗിനെ അങ്ങനെ താഴ്ത്തിയിരിക്കുകയാണ് ഈ സിനിമയിൽ. അതേപോലെ മംഗളം ശ്രീനുവും ബൻവർ സിംഗും ഒപ്പം നിൽക്കുന്ന സമയത്ത് ഈ ദാക്ഷായണി തന്നെ പറയുന്നത് നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയില്ല, അവിടെ പുഷ്പ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബൻവർ സിംഗ് എങ്ങനെയാണോ പുഷ്പ ദ റേസ് ഫസ്റ്റിലുള്ളത് അതിൻ്റെ ഒരു അംശം പോലും വരാത്ത പോലെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ആ ഒരു നെഗറ്റീവ് വിഷയം ഈ സിനിമയിലുണ്ട്. അതുപോലെ പണം വാരി എറിഞ്ഞ് കളിക്കുന്ന പുഷ്പയാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ പുഷ്പ ദ റേസിൽ സിൻഡിക്കേറ്റിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ വരും, അതായത് ചന്ദനം കടത്തുന്ന ആ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ ഇങ്ങേർക്ക് ഭരണം കിട്ടുന്നുണ്ടെങ്കിലും സമ്പന്നനായതായി കാണിക്കുന്നില്ല. അപ്പോൾ സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ഒരു സെൻറ്റൻസിലെങ്കിലും ഇദ്ദേഹം കുറേ ചന്ദനം കടത്തിയിട്ട് വലിയ സമ്പന്നനായി എന്ന് വെക്കാമായിരുന്നു, അല്ലെങ്കിൽ ചന്ദനം കടത്തുന്ന കാര്യങ്ങൾ വെക്കാമായിരുന്നു. അല്ലെങ്കിൽ അണ്ണാമല എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, അതിൽ രജനീകാന്ത് ഒറ്റൊരു പാർട്ടി തന്നെ ഹൈ ലെവലിലുള്ള പണക്കാരനായി മാറുന്നതായിട്ട് കാണിക്കും, ഒരൊറ്റ പാർട്ടി തന്നെ. അതുപോലെ എന്തെങ്കിലുമൊക്കെ വെക്കാമായിരുന്നു. അതൊന്നുമില്ലാതെ നേരെ 500 കോടി 1000 കോടിയൊക്കെ പുള്ളി വെള്ളം പോലെ ചിലവാക്കും. പിന്നെ സോഫയൊക്കെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ താഴെ കിട്ടും, അതിൽ പണം ഇങ്ങനെ പറന്ന് കളിക്കും. അതൊക്കെ ഒരു ലോജിക്കില്ലാത്ത പോലെ ആയിപ്പോയി. അപ്പോൾ ഫോട്ടോ കാരണം മിനിസ്റ്ററിനെ മാറ്റുന്നത്, അതേപോലെ പാസം, ഇതൊക്കെ ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ ആ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടതിൽ ആ റിവ്യൂ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ബൻവർ സിംഗിന് അവസാനം എന്താ സംഭവിക്കുന്നതെന്ന് ഒരു എത്തും പിടിയില്ലാത്ത പോലെയാണ് ഈ സിനിമയിൽ അങ്ങേരുടെ ക്ലൈമാക്സ് വരുന്നത്. പക്ഷേ ഈ സിനിമയുടെ അവസാന രംഗത്തിൽ കാണിക്കുന്ന ഒരു കാര്യം ബൻവർ സിംഗിനെ ഉദ്ദേശിച്ചതാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ, അവർ നല്ല രീതിയിൽ കഥ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് പുഷ്പ 3-ൽ എന്തായാലും ബൻവർ സിംഗ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇങ്ങനത്തെ നെഗറ്റീവ് വിഷയങ്ങൾ ഉണ്ടെങ്കിലും പുഷ്പ വൻ വിജയം നേടിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കി
മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഇപ്പോൾ കങ്കുവ സിനിമ ഇറങ്ങി. ആ സിനിമ നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൽ സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സൗണ്ടിൻ്റെ പ്രശ്നങ്ങളുള്ള എത്രയോ സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാന്താര സിനിമയിലൊക്കെ വാവ് വാവ് എന്ന് പറഞ്ഞ് ഭയങ്കര ഒച്ചയുണ്ടാക്കുന്ന രംഗങ്ങളുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല, ശബ്ദമിശ്രണം ശരിയായിട്ടില്ല കങ്കുവയിൽ. അത് ശരി തന്നെയാണ്. പക്ഷേ എന്നാലും സിനിമ നല്ലതായിരുന്നു. അതിൽ ഈ പാശമാണ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമയെ പൊളിച്ച് കളഞ്ഞു, നെഗറ്റീവ് പറഞ്ഞ് കൊന്നു കളഞ്ഞു. ഇപ്പോൾ OTTയിൽ ഇറങ്ങിയതിന് ശേഷം ഇതേപോലെ തന്നെ അതിന് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, നല്ല അഭിപ്രായവും വരുന്നുണ്ട്. എന്തായാലും ഒരു സിനിമ നല്ല സിനിമയാണെങ്കിൽ അത് 8 പൊട്ടാനും, അതേപോലെ ഒരു സിനിമ ആവറേജ് ആണെങ്കിൽ അത് വൻ വിജയമാകാനും, ഇനി അതൊന്നുമല്ല ഒരു സിനിമ ഒരു തല്ലിപ്പൊളി പടമാണെങ്കിൽ പോലും അതൊരു വൻ വിജയമാകാനും മാത്രമുള്ളതാണ് ഈ സിനിമ എന്ന 3 അക്ഷരം എന്നുള്ളതാണ് എനിക്ക് ഇത്തരം സിനിമകളുടെ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് ഭാഗ്യം കൂടി ഉണ്ടായിരിക്കണം എന്ന് സാരം. ഞാൻ പറഞ്ഞു വരുന്നത് പുഷ്പ 2 മോശം പടം എന്ന അർത്ഥത്തിലല്ല. നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ അതിലില്ല, പിന്നെ ലോജിക്ക് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ടൊക്കെയാണ്. മൊത്തത്തിലൊരു സിനിമയുടെ റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ കുറവുകളും കൂടി ചേർത്തിയിട്ടാണല്ലോ അതിൻ്റെ ലെവൽ എന്താണെന്ന് പറയുക. അതുകൊണ്ടാണ് ഞാൻ ആവറേജ് എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇഷ്ടമായ കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ പുഷ്പ 3യിൽ ഈ സിനിമയിൽ ഉണ്ടായിരുന്ന കുറവുകളൊക്കെ പരിഹരിച്ച് അവർ നല്ല രീതിയിൽ എടുക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.